എറണാകുളം പെരുമ്പാവൂരിനെ ലഹരിമുക്തമാക്കാനുള്ള ദൌത്യത്തിന്റെ ഭാഗമായി ബഹുജന റാലി അല്പസമയത്തിനകം തുടങ്ങും. തൂഫാൻ ജാഗരൺ എന്ന പേരിലാണ് റാലി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, സംസ്ഥാന പോലീസ് മേധാവി റവാഡ ഐ ചന്ദ്രശേഖർ എന്നിവർ റാലിയുടെ ഭാഗമാകും. ഇതിനുശേഷം നടക്കുന്ന പൊതുസമ്മേളനം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ഇതിനുശേഷം ഭായ് കോളനിയിലെത്തി അതിഥി തൊഴിലാളികളുമായി ആഭ്യന്തരമന്ത്രി കൂടിക്കാഴ്ച നടത്തും. നമ്മുടെ പ്രതിനിധികൾ വിപിൻ സി വിജയൻ, ഒപ്പം തന്നെ വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിപിൻ സി വിജയനിലേക്കാണ് ആദ്യം. വിപിൻ, അല്പസമയത്തിനകം റാലി തുടങ്ങാൻ പോവുകയാണ്. ഇന്നേക്ക് ഓപ്പറേഷൻ തൂഫാൻ ദിനാർക്കോ ഹണ്ട് ആരംഭിച്ചിട്ട് 1 മാസം പിന്നിടുന്ന വേളയിലാണ് പെരുമ്പാവൂരിലേക്ക് ആഭ്യന്തരമന്ത്രി എത്തിയിരിക്കുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അനുജ, ആഭ്യന്തരമന്ത്രി പെരുമ്പാവൂരിലേക്ക് എത്തിയിരിക്കുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുമ്പോൾ തന്നെ ലഹരിക്കെതിരെ അതിന്റെ അടിവേരറക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഓപ്പറേഷൻ തൂഫാൻ ഈ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം പറഞ്ഞിട്ടുള്ള ആദ്യത്തെ യജ്ഞൻ. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പെരുമ്പാവൂരിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലഹരി വ്യാപനമുണ്ട്, അല്ലെങ്കിൽ ലഹരി ഒഴുകുന്നു, അതിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഈ കൂടിയാണ് ഇപ്പോൾ ഈ സർക്കാരിന്റെ ഭാഗമായി ഇത്തരത്തിലൊരു ഓപ്പറേഷൻ ജാഗരൺ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇവിടേക്ക് എത്തിയിരിക്കുന്നു. പെരുമ്പാവൂരിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അല്പസമയത്തിനകം തന്നെ നമ്മൾ ഈ ബഹുജന റാലി ഇവിടെ നിന്നും ആരംഭിക്കും. ഈ പെരുമ്പാവൂരിനെ ലഹരിമുക്തമാക്കാനുള്ള ദൌത്യത്തിന്റെ ഭാഗമായാണ് അല്പസമയത്തിനകം രമേശ് ചെന്നിത്തല നയിക്കുന്ന ബഹുജന റാലിക്ക് തുടക്കമാകുന്നത്. വിഷ്ണു സുരേഷ് കൂടിയുണ്ട്. വിഷ്ണു, അപ്പോൾ റാലി ആരംഭിക്കുകയല്ലേ? ഇതിൽ MLA-മാർ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അനുജ, അല്പസമയത്തിനകം തന്നെ റാലി ആരംഭിക്കും. അതിന് മുന്നോടിയായി ഇപ്പോൾ രമേശ് ചെന്നിത്തല പ്രതിജ്ഞ വായിക്കുകയാണ്. വിപത്താണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കൾ ആരോഗ്യം നശിപ്പിക്കുമെന്നും എന്റെ രാജ്യത്തിന്റെ പുരോഗതിക്ക് തടസ്സമായി മാറുമെന്നും എനിക്ക് ബോധ്യമുണ്ട്. എന്റെ പെരുമ്പാവൂർ അഭിമാനമാകാൻ ഞാനും പങ്കുചേരേണ്ടതുണ്ട്. ഇത് എനിക്ക് വേണ്ടിയും എന്റെ കുടുംബത്തിന് വേണ്ടിയും നല്ലൊരു സമൂഹത്തിന് വേണ്ടിയും ഞാൻ ചെയ്യേണ്ട ധർമ്മമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ലഹരി മുക്തമായ പെരുമ്പാവൂരിനായി എനിക്ക് ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്യും. എന്റെ നാടിനെയും സമൂഹത്തെയും ഈ ലഹരി വിപത്തിൽ നിന്ന് സംരക്ഷിക്കാൻ എന്നാലാവും വിധം ഞാൻ പരിശ്രമിക്കും. കേരള പോലീസിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഓപ്പറേഷൻ തൂഫാൻ എന്ന ഈ നിർണായക പോരാട്ടത്തിൽ ഞാൻ ഒരു തുഫാൻ വാരിയറായി പങ്കാളിയാകുന്നു. എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മയക്കുമരുന്നുകളോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിക്കുകയില്ലെന്നും ലഹരിയോട് വിട്ടുവീഴ്ചയില്ലാതെ നോ പറയുമെന്നും ഇതിനാൽ സത്യം ചെയ്യുന്നു. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്. പെരുമ്പാവൂരിനെ ലഹരിമുക്തമാക്കാനുള്ള തൂഫാൻ ജാഗരൺ എന്ന റാലി അല്പസമയത്തിനകം ആരംഭിക്കുകയാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പെരുമ്പാവൂരിൽ എത്തിയിട്ടുണ്ട്. അതിന് മുന്നോടിയായുള്ള പ്രതിജ്ഞയാണ് ഇപ്പോൾ കേട്ടത്. പെരുമ്പാവൂരിനെ ലഹരിമുക്തമാക്കുക എന്നുള്ളത് അതൊരു വലിയ ദൗത്യം എന്ന രീതിയിലേക്ക് കൂടി ഏറ്റെടുക്കുകയാണ്. ഇതിനോടകം തന്നെ വലിയ തോതിൽ, വലിയ അളവിൽ നിരോധിത മയക്കുമരുന്ന് ഉൾപ്പെടെ അവിടെ നിന്ന് കണ്ടെടുത്തിയിട്ടുണ്ട് എന്നൊക്കെയുള്ളത് പോലീസിനും എക്സൈസിനും വലിയ വെല്ലുവിളിയാണ്. ആ ഘട്ടത്തിലാണ് പെരുമ്പാവൂരിനെ ലഹരിമുക്തമാക്കുക എന്ന പ്രത്യേക ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഓപ്പറേഷൻ തൂഫാൻ ദിനാർക്കോ ഹണ്ടിന് 1 മാസം തികയുന്ന വേളയിൽ ആഭ്യന്തരമന്ത്രി പെരുമ്പാവൂരിലേക്ക് എത്തിയത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ഇനിയിപ്പോൾ തൂഫാൻ ജാഗരൺ എന്ന പേരിൽ റാലി, അത് കഴിഞ്ഞ് പൊതുസമ്മേളനമുണ്ട്. പിന്നീടാകും ഭായ് കോളനിയിലേക്ക് രമേശ് ചെന്നിത്തല നേരിട്ടെത്തി അതിഥി തൊഴിലാളികളുമായി സംവദിക്കുന്നത്. വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു
ആണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് തയ്യാറെടുക്കുന്നത്. ക്ലീൻ പെരുമ്പാവൂർ എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ചാണ് തൂഫാന്റെ ഭാഗമായി ഇത്തരത്തിലൊരു ജാഗരൺ പദ്ധതി ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിന്റെ യാത്ര അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. പെരുമ്പാവൂരിലെ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഏകദേശം 500ഓളം വരുന്ന വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന റാലിയാണിത്. ആ റാലി ഇതിനുശേഷം അടുത്ത ഹാളിലേക്കാണ് എത്തുന്നത്. അവിടെ വെച്ച് രമേശ് ചെന്നിത്തല പെരുമ്പാവൂരിലെ ശേഷം ബായ് കോളനിയിലേക്ക് എത്തും. ബായ് കോളനിയിൽ അവിടത്തെയുള്ള ആളുകളെ, പ്രത്യേകിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികളെ അടക്കമുള്ള ആളുകളെ അവരോട് നേരിട്ട് സംവദിക്കാനും ഈ ലഹരിയുടെ ഉപയോഗം എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ സമയം അദ്ദേഹം വിനിയോഗിക്കുക. പെരുമ്പാവൂരെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി ഈ ലഹരിയാണ്, ലഹരി മാഫിയാണ്. ലഹരി മാഫിയ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. എത്ര കേസുകളാണ് ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് ഒരു ദിവസം 10ലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക, അതോടൊപ്പം തന്നെ പെരുമ്പാവൂരിനെ ക്ലീൻ പെരുമ്പാവൂരാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ ലഹരിമുക്ത സന്ദേശം വഴി ഉദ്ദേശിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ബഹുജന റാലി ആരംഭിക്കുകയാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഈ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറും ഉണ്ടാകും. ഒപ്പം മറ്റ് ജനപ്രതിനിധികളുമൊക്കെ ഈ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിനുശേഷമാണ് പൊതുസമ്മേളനം. അത് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പിന്നീട് അതിഥി തൊഴിലാളികളുമായി ആഭ്യന്തരമന്ത്രി നേരിട്ട് സംവദിക്കും എന്നുള്ളതും പ്രധാനമാണ്. ഭായ് കോളനിയിലേക്കാണ് ആഭ്യന്തരമന്ത്രി എത്തുന്നത്. തൂഫാൻ ജാഗരൺ എന്ന പേരിലുള്ള റാലി അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുകയാണ്. നേരത്തെ ഫേസ്ബുക്കിൽ ആഭ്യന്തരമന്ത്രി കുറിച്ചത് ഏത് തരത്തിലേക്കാണ് പെരുമ്പാവൂരിനെ ലഹരിമുക്തമാക്കേണ്ടത് എന്നുള്ളതാണ്. അതിന്റെ പ്രത്യേക പരിപാടികളുമായി ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് പോവുകയാണ്. ലഹരി ഉപയോഗം ഈ മേഖലകളിൽ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നതിനെ തുടർന്നാണ് ഇങ്ങനെയൊരു നീക്കവുമായി ആഭ്യന്തര വകുപ്പ് രംഗത്തേക്കെത്തിയത് എന്നത് പറയുന്നുണ്ടായിരുന്നു. ഉണർന്ന് പെരുമ്പാവൂർ എന്ന പ്രഖ്യാപനവുമായാണ് തൂഫാൻ ജാഗരൺ ജനകീയ പ്രതിരോധത്തിന് ഇന്ന് തുടക്കമാവുക എന്ന് രമേശ് ചെന്നിത്തല ഫേസ്ബുക്ക് കുറിപ്പിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. വിപിൻ സി വിജയനുണ്ട്. വിപിൻ, എപ്പോഴാണ് റാലി തുടങ്ങുന്നത്? വിവരങ്ങൾ. റാലി ആരംഭിക്കാൻ പോവുകയാണ് അനുജ. അല്പസമയത്തിനകം ബഹുജന റാലി അല്പസമയത്തിനകം ആരംഭിക്കും. അവിടെ മഴ പെയ്യുന്നുണ്ട്. നേരത്തെ പെരുമ്പാവൂർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ അത് ആഭ്യന്തരമന്ത്രി ചൊല്ലിയിരുന്നു. അത് ഏറ്റുചൊല്ലുകയായിരുന്നു ജനക്കൂട്ടം. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ റാലി ആരംഭിക്കും. ലഹരിക്കെതിരെ ഉള്ള പോരാട്ടമാണ് അത്. സർക്കാർ, പോലീസ്, എക്സൈസ് വകുപ്പുകൾ സംയുക്തമായി ജൂൺ 2 മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തതാണ്. ഇപ്പോൾ ഒരു മാസം പിന്നിടുമ്പോൾ ആഭ്യന്തരമന്ത്രി പെരുമ്പാവൂരിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ്. ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട്, എൽദോസ് കുന്നപ്പള്ളിയുണ്ട്, കൂടാതെ പോലീസ് മേധാവിയുണ്ട്. ഇവരെല്ലാവരും ചേർന്നാണ് ഈ റാലിയെ നയിക്കുന്നത്. ഇതിൽ നാട്ടുകാർ പങ്കാളികളാകുന്നുണ്ട്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഈ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. അനധികൃത മയക്കുമരുന്ന് കേന്ദ്രമായി പെരുമ്പാവൂർ മേഖല മാറുന്നു എന്നുള്ളത് ഒരല്പം ജാഗ്രതയോടെ തന്നെ കാണേണ്ടതാണ്. ഒരാശങ്ക അവിടെയുണ്ട് എന്നതാണ് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ പെരുമ്പാവൂരിനെ ലഹരിമുക്തമാക്കുക എന്നത് ഒരു പ്രത്യേക അജണ്ടയാക്കി തന്നെ മാറ്റിയിരിക്കുന്നു സർക്കാർ. അതിന്റെ ഭാഗമായാണ് രമേശ് ചെന്നിത്തല പെരുമ്പാവൂരിലേക്ക് എത്തിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.